കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം രാവിലെ 10:30-യോടെയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്താവളത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. പോലീസിന്റെ അകമ്പടി വാഹനങ്ങളോടെ പ്രത്യേകമൊരുക്കിയ ആംബുലൻസുകളിലാണ് മൃതദേഹം മരിച്ചവരുടെ സ്വദേശങ്ങളിലെത്തിച്ചത്. കോടീശ്വരന്മാരാകാനല്ല, ഒരു വീട് വെക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, മക്കളുടെ വിവാഹം നടത്താൻ. ഇതിനുവേണ്ടിയാണ് ഈ 45 പേരും പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ ഈ മടങ്ങിവരവ് ഹൃദയഭേദകമായിരുന്നു. ദുരന്തത്തിൽ കത്തിയമർന്ന സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി. ചേതനയേറ്റ ശരീരങ്ങളായി. പാതി പണിത വീട് പൂർത്തിയാക്കുന്നതും ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ. ചേതനയേറ്റ 45 ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30-യോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണുനീരടക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി KS മസ്താൻ ഉൾപ്പെടെയുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി. വിമാനത്താവളത്തിനു പുറത്ത് പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ പൊതുദർശനം. പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ. പ്രവാസികൾ കേരളത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി മുതൽ സാധാരണക്കാർ വരെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത്. 31 മൃതദേഹം കൊച്ചിയിൽ ബന്ധുക്കൾക്ക് കൈമാറി. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, ഒരു കർണാടക സ്വദേശി. കത്തിയമർന്നത് ഓരോ കുടുംബത്തിന്റെയും വലിയ പ്രതീക്ഷകൾ കൂടിയാണ്. സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് മടക്കമില്ലാത്ത യാത്രയ്ക്കായി ഒടുവിലവർ ജന്മനാടുകളിലേക്ക് എത്തിയത്. വിഷ്ണു സുരേഷിനും S ശ്യാംകുമാറിനുമൊപ്പം വിനീത VG, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.